നമ്മൾ നിത്യേന കഴിക്കുന്നത് കൊടും വിഷമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ്. കേരളത്തിൽ വിറ്റഴിക്കുന്ന പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗമുണ്ടെന്നാണ് സർക്കാർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ വെള്ളയാനി കാർഷിക സർവകലാശാല നടത്തിയ പഠനത്തിലാണ് സാധാരണയായി ഉപയോഗിക്കുന്ന പഴം പച്ചക്കറികളിൽ വരെ കീടനാശിനിയുണ്ടെന്ന് കണ്ടെത്തിയത്. കീടനാശിനി പ്രയോഗത്തിൽ കുറവ് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചില ഇനങ്ങളിൽ ഇവ വ്യാപകമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കി, കൊല്ലം, മലപ്പുറം ജില്ലകളിലാണ് ഇക്കുറി ഈ സംഘം പരിശോധന നടത്തിയത്. ജനുവരി മുതൽ മാർച്ച് 30 വരെയുള്ള മാസങ്ങളിലായാണ് പരിശോധന നടത്തി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഈ 3 ജില്ലകളിലെ 19 ബ്ലോക്കുകളിൽ നിന്നും 7 മുനിസിപ്പാലിറ്റികളിൽ നിന്നുമാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ശേഖരിച്ച സാമ്പിളുകളിൽ 14.06% കീടനാശിനി പ്രയോഗം നടന്നിട്ടുള്ളതായി കണ്ടെത്തി. ക്യാപ്സിക്കം, ചുരയ്ക്ക, സാമ്പാർ മുളക്, പച്ചമാങ്ങ, പച്ചമുളക്, കറിവേപ്പില, പടവലം, വെണ്ടയ്ക്ക, കോവയ്ക്ക, പയർ, സലാഡ്, വെള്ളരി എന്നീ പച്ചക്കറികളിലാണ് കീടനാശിനി ഏറെയുള്ളത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോഡക്സും ചേർന്ന് പച്ചക്കറികളിൽ ഉപയോഗിക്കാവുന്ന കീടനാശിനികൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചിത അളവിൽ കൂടുതൽ കീടനാശിനിയാണ് കണ്ടെത്തിയത്. പരിശോധനയിൽ ശേഖരിച്ച പഴവർഗ്ഗങ്ങളുടെ സാമ്പിളുകളിൽ 18%-ലും കീടനാശിനി കണ്ടെത്തി. മുന്തിരി, പേരയ്ക്ക, ആപ്പിൾ, തണ്ണിമത്തൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഷമാം എന്നീ പഴവർഗ്ഗങ്ങളിലാണ് കീടനാശിനി കണ്ടെത്തിയത്. ഇത്തരത്തിൽ കണ്ടെത്തിയതിൽ 16 കീടനാശിനികളും 4 കുമ്മിൾ നാശിനികളും 1 കളനാശിനിയും ഉൾപ്പെടുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ ഉൽപ്പാദിക്കുന്ന പച്ചക്കറികളിലും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളിലും വ്യാപകമായി വിഷം കലർന്ന കീടനാശിനികൾ ചേർത്തിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് സർക്കാർ തന്നെ പുറത്തുവിടുന്നത്. ക്യാൻസർ പോലുള്ള അപകടകരമായ രോഗങ്ങളുണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെയാണ്. ഇതുപോലുള്ള കീടനാശിനികളും രാസപദാർത്ഥങ്ങളും ചേർത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ചാൽ എപ്പോൾ അസുഖങ്ങൾ വന്നെന്ന് ചോദിച്ചാൽ മതി.